നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനൊക്കെ പറ്റിയ പഴം കൊണ്ടുള്ള അടിപൊളി ഒരു ഐറ്റം നമുക്ക് പരിചയപ്പെടാം. ഈ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രധാനമായി വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനൊരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് പഴം ചെറുതായി നുറുക്കാം. നമുക്കിനി പാലിന് വേണ്ടി നാളികേരം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിനു വേണ്ടി സാധാ പശുവും പാൽ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് പിരിയാതെ ഭംഗിയായി കിട്ടും. നമുക്കിനി കുക്കിംഗ് ആരംഭിക്കാം. അടുപ്പത്ത് വെച്ച തേങ്ങാപ്പാലിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പഴനുറുക്ക് ചേർക്കാം. കൈ പൊള്ളരുത്, കയ്യിലേക്ക് തെറിക്കുന്നത് ശ്രദ്ധിക്കുക. അതിലേക്ക് 2 കഷ്ണം ഏലക്കായ ചതച്ചിടും. ഏലക്കായ പാത്രത്തിലേക്ക് ഇടുക. നമുക്കിനി അതിലേക്ക് കോൺഫ്ലവർ പൊടി ഉപയോഗിക്കാം. ചില ആളുകൾ അരിപ്പൊടി, മൈദപ്പൊടി ഒക്കെ ഉപയോഗിക്കും. അത് വെള്ളത്തിലോ തേങ്ങാപ്പാലിലോ കലക്കുക. വെന്തുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. പഴം മധുരമുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇടുക. നമ്മൾ 2 സ്പൂണാണ് പഞ്ചസാര ഇതിലിടുന്നത്. നമുക്കിനി അതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലവർ പൊടിയുടെ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തത് ചെറിയ പാത്രമായതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ, വലുതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി ടൈപ്പ് ആയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ പൊടിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുണ്ട്. നമുക്കിനി അത് കഴിക്കാം. അടിപൊളി, അപ്പാര ടേസ്റ്റ്. ആ ഏലക്കായുടെ ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ പഴമൊക്കെ കുറുകിയിട്ട് അതിന്റെ സ്മെല്ല് തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ നേന്ത്രപ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ. ഞാൻ ഇത് ഈ ചെയ്തതുപോലെ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഓക്കെ.